പ്രശസ്ത പണ്ഡിതനും ആധ്യാത്മിക പ്രഭുവുമായിരുന്നു അബ്ദുല്ലാഹിബിൻ മുബാറക്. അദ്ദേഹം ഒരിക്കൽ ഒരു തോട്ടത്തിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു. അവിടെ തോട്ടം ജീവനക്കാരനായ ഒരു അടിമ ബാലനെ അദ്ദേഹം കണ്ടു. അവൻ ഉച്ചയായപ്പോൾ ഉണങ്ങിയ റൊട്ടി തിന്നുകയാണ്. എവിടെ നിന്നോ ഒരു നായ അതുവഴി ഓടി വന്നു. അത് ആ ബാലൻ്റെ കണ്ണിലേക്ക് ആർത്തിയോടെ നോക്കി വാലാട്ടി നിന്നു. അവന് ദയ തോന്നി. തൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ആ റൊട്ടിക്കഷ്ണം അതിന് ഇട്ടുകൊടുത്തു. ആ രംഗം കൗതുകത്തോടെ കണ്ടു നിന്ന ഇബ്നു മുബാറക് കുട്ടിയോട് ചോദിച്ചു, നീ ഇനി എന്ത് കഴിക്കും? ഞാൻ പട്ടിണി കിടക്കുമെന്നായിരുന്നു അവൻ്റെ മറുപടി. നീ എന്തിനാണ് ആ നായയ്ക്ക് റൊട്ടി കൊടുത്തത്? അത് വായിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അതിന് കൊടുക്കാതെ ഞാൻ എങ്ങനെ തിന്നും? ആ ബാലനിൽ സംപ്രീതനായ ഇബ്നു മുബാറക് തോട്ടം ഉടമയുടെ വീട്ടിലേക്ക് പോയി. പണം കൊടുത്തു ആ തോട്ടവും അവനെയും വാങ്ങി. ശേഷം അവനെ സ്വതന്ത്രനാക്കി. വില കൊടുത്തു വാങ്ങിയ തോട്ടം അവനു തന്നെ സമ്മാനിച്ചു. ഒരു മിണ്ടാപ്രാണിക്ക് വിശപ്പടക്കാൻ റൊട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു വഴിത്തിരിവായി അത് മാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആ ബാലൻ. വിശന്നു വലഞ്ഞ ഒരു മൃഗത്തോട് കാണിക്കുന്ന സ്നേഹവും ദയയുമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. നന്മ മാത്രമേ വരുത്തൂ. ഉടനെ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഗുണഫലം കാണാൻ സാധിക്കും. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോടും നന്മ ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് അവിചാരിതമായ വഴികളിലൂടെ നന്മകൾ ലഭിക്കാൻ കാരണമാകും. നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. തിന്മ പ്രത്യക്ഷത്തിൽ എത്ര ഭീകരമായി താണ്ഡവമാടിയാലും അതിനെതിരിൽ നന്മ തികച്ചും ബലഹീനവും ശബ്ദഹീനവുമായി തോന്നിയാലും ഒടുവിൽ വിനാശകരമായി പര്യവസാനിക്കുക എന്ന ദൗർബല്യം തിന്മ സ്വയം ഉൾക്കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രകൃത്യാ മനുഷ്യ മനസ്സ് തിന്മയെ വെറുക്കുന്നു. തിന്മയുടെ കൂട്ടുകാരൻ മാത്രമല്ല, ധ്വജവാഹകൻ പോലും താൻ അക്രമിയും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി ധർമ്മവിരോധം പ്രവർത്തിക്കുന്നവനുമാണെന്ന് അവജ്ഞയോടെ സ്വയം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നന്മ എത്ര ആവശ്യമായിരുന്നാലും വിജയത്തിലെത്തുന്നു. കാരണം അതിന് ജനഹൃദയങ്ങളെ കീഴടക്കാനുള്ള സവിശേഷമായ ശക്തിയുണ്ട്. എത്ര ദുഷിച്ച മനസ്സിനും അതിൻ്റെ മൂല്യം ബോധ്യപ്പെടാതിരിക്കുകയില്ല. നന്മ തിന്മകൾ നേരിട്ട് ഏറ്റുമുട്ടുകയും രണ്ടിൻ്റെയും നിലപാടുകൾ പ്രകടമാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പോലും ഒരു കാലയളവിലെ സംഘട്ടനത്തിന് ശേഷം തിന്മയെ വെറുക്കുകയും നന്മയിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യാത്തവർ വിരളമായിരിക്കും. തിന്മയെ കേവലം നന്മ കൊണ്ട് നേരിടുക എന്നതല്ല, പ്രത്യുത വളരെ ഉയർന്ന നിലവാരത്തിലുള്ള നന്മ കൊണ്ട് നേരിടുക എന്നതാണ് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം. അഹ്സൻ എന്ന വാക്ക് അതാണ് അറിയിക്കുന്നത്. ഒരാൾ നിങ്ങളോട് തിന്മ ചെയ്യുകയും നിങ്ങൾ അയാൾക്ക് മാപ്പ് കൊടുക്കുകയുമാണെങ്കിൽ അത് വെറുമൊരു നന്മയാണ്. എന്നാൽ അവസരം കിട്ടുമ്പോൾ അയാളോട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പെരുമാറുക എന്നതാണ് ഉന്നത നിലവാരത്തിലുള്ള നന്മ. ബദ്ധശത്രു പോലും ആത്മമിത്രമായി തീരുന്നു എന്നതാണ് അതിൻ്റെ പ്രതിഫലമെന്ന് ഖുർആൻ പറഞ്ഞു. അറേബ്യ ആകമാനം നബി തിരുമേനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് പരിണമിച്ചതു തന്നെയാണ് മനുഷ്യാനുഭവ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണം. അതുകൊണ്ട് നന്മ ചെയ്യുക എന്നും എപ്പോഴും.